KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ കണ്ണൂർ ജില്ലാ സമ്മേളനം ഗുരുഭവനിൽ നടന്നു. മാസ്റ്റർ ട്രസ്റ്റ് ചെയർമാൻ VP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KSEBയിലെ 40,000-ഓളം പെൻഷൻകാരുടെയും 20,000-ഓളം ജീവനക്കാരുടെയും പെൻഷൻ പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ള മാസ്റ്റർ ട്രസ്റ്റിന്റെ സ്തംഭനാവസ്ഥ പരിഹരിക്കുന്നതിന് സമയബന്ധിത നടപടികൾ കൈക്കൊള്ളണമെന്ന ഹൈക്കോടതി ഉത്തരവ് സംസ്ഥാന സർക്കാർ ലംഘിക്കുന്നതായി KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ ലീഗൽ സമിതി കൺവീനർ VP രാധാകൃഷ്ണൻ ആരോപിച്ചു. കണ്ണൂർ ജില്ലാ സമ്മേളനം ഗുരുഭവൻ ഹാളിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കറണ്ട് ചാർജ് അടച്ചിട്ടില്ലെങ്കിൽ കറണ്ട് കട്ട് ചെയ്യും. സ്വാഭാവികമായ പ്രക്രിയയാണല്ലോ. നമ്മൾ കൊടുക്കുന്ന നോട്ടീസ് തന്നെയാണ് ഡിസ്കണക്ഷൻ കം ഡിമാൻഡ് കം ഡിസ്കണക്ഷൻ നോട്ടീസ്. ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു സംഭാഷണ തർക്കം ആ കുടുംബാംഗങ്ങള് ഓഫീസിലെത്താനും അവരുമായിട്ട് സംസാരിക്കാനും അവിടെ ഒരു അക്രമം ഉണ്ടാവാനൊക്കെ ഇടയാക്കി. അതിനെ തുടർന്ന് ചെയർമാൻ ഒരു ഉത്തരവിടുകയാണ് ആ വീട്ടിലെ സപ്ലൈ കട്ട് ചെയ്യും. നിയമവ്യവസ്ഥയിൽ അങ്ങനെ എവിടെ പറഞ്ഞിട്ടുണ്ട്. കറണ്ട് ചാർജ് അടച്ചിട്ടില്ലെങ്കിൽ കട്ട് ചെയ്യണം. അത് കറണ്ട് ചാർജ് അടച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ കണക്ഷൻ കൊടുക്കണം. എന്നാൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്താണ്? ഇതൊരു ക്രിമിനൽ സ്വഭാവമുള്ള ആക്ട് അല്ലേ? ക്രിമിനൽ സ്വഭാവമുള്ള ആക്ടിന് പോലീസ് കേസ് എടുക്കണം. പൊതുമുതൽ നശിപ്പിച്ചതാണെങ്കിൽ അത് പൊതുമുതൽ നശിപ്പിച്ചതിന് കേസ് എടുക്കണം. ഇപ്പൊ പുതിയ നിയമത്തിൽ പൊതുമുതൽ നശിപ്പിച്ചാൽ അവർക്ക് ജാമ്യം കിട്ടണമെങ്കിൽ ആ തുക മുഴുവൻ കെട്ടിവെച്ചല്ലേ ജാമ്യം കിട്ടുള്ളൂ. കൂട്ടായ്മ സമർപ്പിച്ച ഹർജിയിൽ KSEB ലിമിറ്റഡിനെയും പെൻഷനേഴ്സ് കൂട്ടായ്മയെയും നേരിൽ കേട്ട് 4 മാസത്തിനകം നടപടികൾ കൈക്കൊള്ളണമെന്നായിരുന്നു കോടതി ഉത്തരവ്. നവംബർ 1-ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹിയറിംഗ് നടത്തിയെങ്കിലും കോടതി അനുവദിച്ച 2 മാസത്തെ അധിക സാവകാശവും കഴിഞ്ഞ് 4 മാസമായിട്ടും സർക്കാർ ഒളിച്ചുകളി തുടരുകയാണ്. പെൻഷൻ പ്രതിസന്ധിയുടെ ഗുരുതരാവസ്ഥ മുൻനിർത്തി ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പുറപ്പെടുവിച്ച കർശന നിർദ്ദേശങ്ങൾ പാലിക്കാൻ KSEB ലിമിറ്റഡ് തയ്യാറാകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി PV ദിനേശ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K വിജയൻ, ഉത്തരമേഖലാ സെക്രട്ടറി ജോസഫ് കളരിമുറി എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറി E അശോകൻ റിപ്പോർട്ടും ട്രഷറർ VV സുനിൽകുമാർ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. വെൽഫെയർ സമിതി കൺവീനർ CK മനോജ് സ്വാഗതവും സുരേഷ് ബാബു KP നന്ദിയും രേഖപ്പെടുത്തി.